ഒരു ടൈപ്പ് 1 സ്വിഫ്റ്റ് വീഡിയോ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അങ്ങനെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ പൈസ സേവ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഈ വണ്ടി 2011 മോഡൽ സ്വിഫ്റ്റ് വീഡിയോ ഏകദേശം 1,11,000 കിലോമീറ്റർ ഓടിയ വണ്ടി യൂസ്ഡായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, കുറച്ച് ധൃതിയും കാര്യങ്ങളൊക്കെ ആയി പോയതുകൊണ്ട് നമുക്ക് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ കിട്ടി ഈ വണ്ടിയിൽ നിന്ന്. അതെന്തൊക്കെയാണെന്ന് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, പറഞ്ഞു തരാം. അപ്പം മേ ബി ഈ ടൈപ്പ് ഒരു സ്വിഫ്റ്റ് എടുക്കാൻ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മേ ബി കുറച്ച് പൈസ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഞാൻ ആദ്യം വണ്ടി ഒന്ന് ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ട് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് കാണിച്ചു തരാം ഗൈസ്. നമുക്ക് 1,16,165 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി. അപ്പോൾ ഇപ്പോൾ ഇതിൽ കിട്ടാൻ പോകുന്ന ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ ഒരു പണി എന്ന് പറയുന്നത് ഇതിൻ്റെ സസ്പെൻഷനായിരുന്നു കേട്ടോ. സസ്പെൻഷൻ ഓൾറെഡി വാങ്ങിച്ചെടുത്ത ആ പുള്ളി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സസ്പെൻഷൻ, ബാക്ക് സസ്പെൻഷൻ കേടുണ്ടായിരുന്നു, അതായത് അത് അത്ര പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ അത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ വാങ്ങിച്ചത് സസ്പെൻഷൻ്റെ കേസിൽ. അപ്പം ഈ സൈഡിലെ, അതായത് ഡ്രൈവർ സൈഡിലെ ബാക്കിലെ ഒരു സസ്പെൻഷനായിരുന്നു നമുക്ക് ആദ്യമേ തന്നെ കേടായതെന്ന് കൂടെ കാണാം. അത് ഞാനിപ്പോൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സസ്പെൻഷൻ മാത്രം വരുന്നത് 1,800 രൂപയാണ്. അപ്പോൾ അതും അതിൻ്റെ കൂടെ ലേബർ ചാർജൊക്കെ ഉൾപ്പെടെ ഏകദേശം 2,300 2,400 രൂപയാവും. അപ്പോൾ നിങ്ങളൊരു സ്വിഫ്റ്റ് വാങ്ങുമ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് സസ്പെൻഷൻ്റെ ഭാഗമാണ്. കാരണം അത് നമുക്ക് ഓടിച്ച് പോകുമ്പോൾ മനസ്സിലാവും, ഭയങ്കര അടിപ്പ് സൗണ്ട് ബാക്കിൽ നിന്ന് വരുവാണെങ്കിൽ അത് മിക്കവാറും സസ്പെൻഷൻ തന്നെ ആയിരിക്കും. നല്ലൊരു മെക്കാനിക്കിൻ്റെ അടുത്തുകൊണ്ട് കാണിച്ചിട്ടൊക്കെ എടുക്കുവാണെങ്കിൽ അത് കുഴപ്പമില്ലാതെ പോകും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടയർ തന്നെയാണ് ഗൈസ്. അതായത് ഇപ്പം ഈ കച്ചവടക്കാരുടെയൊക്കെ മെയിൻ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും യൂസ്ഡ് മാർക്കറ്റിൽ നിന്നൊക്കെ സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് ടയറൊക്കെ വാങ്ങിച്ചിടും. അപ്പം നമുക്ക് കിട്ടിയിരുന്ന വേറൊരു പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് 4 ടയർ ഏകദേശം മുട്ടയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. നല്ല മുട്ട ടയറായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലത്തെ 2 അപ്പോൾ തന്നെ ഞങ്ങൾ റീപ്ലേസ് ചെയ്തായിരുന്നു, പുതിയ ടയർ ഇട്ടിരുന്നു. ഈ സെയിം ടയർ തന്നെയാണ് നമ്മൾ ഫ്രണ്ടിലിട്ടേക്കുന്നത്. അപ്പം ആ വാങ്ങിച്ച ടയർ ഓടി ഒരു 5,000 കിലോമീറ്ററൊക്കെ ആയ സമയത്ത് ആ ടയറിന് മുഴ വന്നിട്ട് ഈ ഒരു സൈഡിൽ ഈ ഒരു ടയർ മുഴ വന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പം നമുക്ക് അപ്പം തന്നെ ബാക്ക് ടയറും കൂടെ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. സോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ടയറിന്, ഈ ഒരു അപ്പോളോ ഈ ടയറിന് ഏകദേശം 3,300 3,500 ഇടയ്ക്ക് വരെയുണ്ട് ഒരു ടയറിന്. ടയറും അത്യാവശ്യം ബഡ്ജറ്റ് ടയർ തന്നെയാണ്. എന്നാലും ഈ വണ്ടി എടുക്കുന്ന ആൾക്കാർ അത്യാവശ്യം ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും എടുക്കുന്നത്, നമ്മൾ യൂസ്ഡ് കാർ എടുക്കുമ്പോൾ പ്രത്യേകിച്ച്. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ടയറിൻ്റെ കാര്യമാണ് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് വേറൊരു സംഭവം മീറ്ററിൽ കാണിച്ചു തരാം കേട്ടോ. എന്താ വണ്ടി ഒരു കുഴപ്പമില്ല സ്റ്റാർട്ടാവാനായിട്ട്. ഇതിൻ്റെ എഞ്ചിൻ സൈഡൊക്കെ അത്യാവശ്യം പക്കയാണ്. എന്താ പറയുക, വണ്ടി ഒറ്റത്തെ കിക്കി തന്നെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി നമ്മൾ സ്റ്റാർട്ടായപ്പോൾ അതിനകത്ത് 2 വാർണിംഗ് ലാമ്പ് കാണാം. ഒന്ന് ഇതാ കാണുന്നത് ഹാൻഡ് ബ്രേക്കിൻ്റെയാണ്. ആ ഹാൻഡ് ബ്രേക്ക് എടുത്ത് മാറും. പക്ഷേ ഇപ്പുറത്തെ ഈ കാണുന്ന ഒരു വാർണിംഗ് ലാമ്പ് നമുക്ക് കിട്ടുന്ന വേറൊരു പണിയാണ് കേട്ടോ. ഇത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാം. പക്ഷേ ഇപ്പോൾ ഈ വണ്ടിയിൽ നിലവിൽ എന്തുകൊണ്ടാണ് ഇത് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒന്ന് ബോണറ്റ് ഓപ്പൺ ചെയ്യാം കേട്ടോ. ബോണറ്റിൻ്റെ സംഭവം ഇവിടെയാണ് ഓപ്പൺ ചെയ്യാം. ഒരു മിനിറ്റ്. ഇതാ വണ്ടിയുടെ ബോണറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ആ വാണിംഗ് ലാമ്പ് കത്തി കിടക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ ഇത് ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ ഈ ഡീസൽ എഞ്ചിനൊക്കെ തണുപ്പ് കാലത്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പാർക്ക് പ്ലഗിന് പുറമെ ഒരു 4 ഹീറ്റ് പ്ലഗും കൂടെ നമ്മുടെ DDS ഡീസൽ എഞ്ചിനിൽ വരുന്നുണ്ട്. അപ്പോൾ ആ കാണുന്ന സംഭവമാണ് അത് ഈ ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ 1 ഉണ്ട്, അത് 2 3 ഏകദേശം 4 ഹീറ്റ് പ്ലഗിന് അതിരിപ്പുണ്ട്. അപ്പോൾ ഹീറ്റ് പ്ലഗ് കംപ്ലയിൻ്റ് ആകുമ്പോഴാണ് ആ ഒരു വാണിംഗ് ലാമ്പ് കാണിക്കുന്നത്. നിലവിലത് 3 അടിച്ച് വേഗമാണ്. ഈ കാണുന്ന ഒരെണ്ണം മാത്രമേ നിലവിലത് വർക്കിംഗ് ആയിട്ടുള്ളൂ. അപ്പം ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് വരുന്ന സംഭവമാണ്. അതായത് ഒരു ഹീറ്റ് പ്ലഗ് ഒറിജിനൽ നമുക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഏകദേശം 800 അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ഏകദേശം 4 മാറി വരുമ്പോഴേക്കും, അല്ലെങ്കിൽ 3 മാറി വരുമ്പോൾ 2,000 രൂപ എടുത്ത് അതിനൊരു ചിലവ് വരും. അപ്പോൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കാര്യം തന്നെയാണ്. ഇപ്പം അടുത്ത് നമുക്ക് കിട്ടാൻ പോകുന്നൊരു പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം തന്നെയാണ്. അതായത് ഇത് മറ്റേ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ആ ഒരു സിസ്റ്റമാണ്. ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പമ്പും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ ഇതിനകത്ത് ലീക്കുണ്ട്. അതായത് ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്കായിട്ട് പോരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇതിനകത്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് ഒഴിച്ചൊഴിച്ച് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താ വാഷറോ കാര്യങ്ങളോ പോകുന്നതാണെന്നാണ് അവർ പറയുന്നത്. നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഷർ മാറുക എന്നുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള ഓപ്ഷൻ ഇല്ലെന്നാണ് അവർ പറയുന്നത്. ഒന്നുകിൽ ആ യൂണിറ്റായിട്ട് തന്നെ മാറിക്കളയാമെന്നാണ് അവർ പറയുന്നത്. ഇതിന് ഏകദേശം 3,500 പ്ലസ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലൂയിഡ് താഴത്തേക്ക് പോയിട്ട് ഇത് ഇവിടെ കണ്ടോ ചെറുതായിട്ട് തുരുമ്പ് പെയിൻറ്റിളായി പോകുന്നുണ്ട്. ഇത് ബ്രേക്ക് ഫ്ലൂയിഡാണ്. അത് പെയിൻറ്റ് ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് പോകും. അപ്പം റീപ്ലേസ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. നമ്മളെന്തായാലും ഉടനെ അത് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. കാരണം ബ്രേക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പം അതാണ് ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അടുത്തതായിട്ട് എനിക്ക് കിട്ടിയ പണി എന്ന് പറയുന്നത് വണ്ടിയുടെ ബാറ്ററിയാണ്. വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വണ്ടിയുടെ ബാറ്ററി എന്ന് പറയുന്നത്. വണ്ടിയുടെ ബാറ്ററിയിലെ മാനുഫാക്ചറിങ് ഇയർ നമ്മൾ മസ്റ്റായിട്ട് നോക്കിയിരിക്കണം. കാരണം
ബാറ്ററിക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 4 വർഷമൊക്കെയാണ് അതിന് ലൈഫ് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് 4 വർഷത്തോളം ആയ ബാറ്ററി ആണെങ്കിൽ ബാറ്ററിക്ക് നല്ല എക്സ്പെൻസ് വരുന്നുണ്ട്. ഏകദേശം 8,000 രൂപയാണ് ഈ ഒരു ബാറ്ററിക്ക് ഇപ്പോൾ MRP വരുന്നത്. നമ്മൾ പഴയ ബാറ്ററി കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1,500 രൂപയ്ക്ക് അടുത്തേക്ക് നമുക്ക് റേറ്റ് കുറച്ച് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 6,500 രൂപ ഓളം ഇപ്പം ഈ ബാറ്ററിക്ക് എക്സ്ചേഞ്ച് വിത്ത് ഓൾഡ് ബാറ്ററി വെച്ച് കഴിയുമ്പോഴേക്കും ഏകദേശം 6,500 രൂപ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ വണ്ടികളിലൊക്കെ ചില ആൾക്കാർ യൂസ് ചെയ്യുന്നത്, അതായത് പണ്ടത്തെ ചുമ്മാ ലാഭിക്കാൻ വേണ്ടിയിട്ട് കൂളൻ്റ് ഒഴിക്കാതെ വെള്ളം ഒഴിച്ച് യൂസ് ചെയ്യാവുന്ന ചില ആളുകളുണ്ട്. ആ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയേറ്റർ തുരുമ്പിച്ച് മൊത്തത്തിൽ തീരുമാനമായി പോകും. ഓക്കെ, അപ്പം ആ റേഡിയേറ്ററിൻ്റെ കണ്ടീഷനും കൂടെ നമ്മൾ കൃത്യമായിട്ട് നോക്കിയിരിക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം. ഞാൻ എടുത്തപ്പം സത്യം പറഞ്ഞാൽ ബാറ്ററിയുടെ കാര്യം ശ്രദ്ധിച്ചില്ല. കാരണം കുറച്ചൊന്ന് തിരക്കായി ധൃതിയായി. മാത്രമല്ല നമുക്കിവിടെ നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ട് കാണിച്ചെടുക്കുന്ന ആ രീതിയിലുള്ളൊരു ഇതും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഒരു കുറച്ച് നോളജൊക്കെ വെച്ചിട്ടാണ് സംഭവം എടുത്തത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാ 10,000 കിലോമീറ്ററിലൊക്കെയാണ് അവർ ഓയിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. വണ്ടി എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്തേക്കുക. കാരണം അവർ പറയും ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയും. ചിലപ്പം ഇപ്പം അവർ കച്ചവടക്കാരാണ്, അവർക്ക് നമ്മൾക്ക് പ്രത്യേകിച്ച് ഒന്നും സൗകര്യം ചെയ്ത് തരേണ്ട ആവശ്യമില്ല. സോ അവർ പറയും നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയും. പക്ഷേ എന്തായാലും വണ്ടി എടുക്കും അപ്പോൾ തന്നെ നമ്മുടെ ഒരു വിശ്വാസത്തിന് ഓയിൽ ചേഞ്ച് ചെയ്തേക്കുക. ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എഞ്ചിൻ്റെ സൈഡ് ശ്രദ്ധിക്കേണ്ടത്, 1,00,000 കിലോമീറ്ററിൽ മാരുതിക്ക് ഒരു മേജർ സർവീസ് വരുന്നുണ്ട് സ്വിഫ്റ്റിന്. അപ്പോൾ അതിൽ ചേഞ്ച് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടൈമിംഗ് ചെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാം, ഇവിടെ ടൈം ചെയിൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ടൈം ചെയിൻ്റെ ആ ഒരു പോർഷൻ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത് കാണാം. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെന്നാണ്. ടൈമിംഗ് ചെയിൻ തന്നെയാണ് മെയിനായിട്ട് റീപ്ലേസ് ചെയ്ത് കളഞ്ഞാൽ മതി. കാരണം അതിന് ഏകദേശം ഒരു 1,00,000 കിലോമീറ്ററൊക്കെയാണ് ലൈഫ് കിട്ടുന്നത്. സോ അതും മസ്റ്റായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു സർവീസ് ചെയ്തിട്ടുണ്ടോ എന്ന്. കാരണം അതിന് കുറച്ചൊന്ന് എക്സ്പെൻസ് വരുന്നൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഷട്ടർ മോട്ടറിൻ്റെ പുള്ളിയും കാര്യങ്ങളൊക്കെ അതും ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചേഞ്ച് ചെയ്തില്ല, പ്രീവിയസ് ഓണർ തന്നെ ചേഞ്ച് ചെയ്തേക്കുന്നതാണ്. നമ്മൾ എടുത്തപ്പോൾ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്തത് ഓയിൽ കാര്യങ്ങളൊക്കെ, പുതിയ ഓയിലും കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ ഫിൽറ്റേഴ്സ് എല്ലാം മാറി. AC ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ മാറിയിട്ടില്ല കേട്ടോ. ഡീസൽ ഫിൽറ്റർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതായിരിക്കും, അവിടെ കാണാൻ പറ്റുന്ന വിധത്തിൽ ആയിരിക്കുന്ന സംഭവമാണ് ഇതിന് ഡീസൽ ഫിൽറ്റർ. അതിന് ഏകദേശം ഒരു 1000+ ഒക്കെ അതിന് റേറ്റ് വരുന്നുണ്ട്. നമ്മളത് അടുത്ത സർവീസിൽ, അടുത്ത ഓയിൽ ചേഞ്ചിൻ്റെ കൂടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് വണ്ടിയുടെ AC വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതായത് ഫുള്ളായിട്ട് AC ഇട്ട് നോക്കുക, തണുപ്പ് ഉള്ളിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം കുറച്ച് നേരം AC ഇട്ടതിന് ശേഷം വണ്ടി റൺ ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ ഒരു പൈപ്പിലേക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ പൈപ്പിന് പുറമെ, അതായത് നല്ലപോലെ കൂളാവുന്ന ഒരു വണ്ടിയാണെങ്കിൽ ഈ ഇതിൻ്റെ ഈ ഒരു പോർഷനൊക്കെ ഭയങ്കര തണുത്തിരിക്കും. അതുപോലെ ഇതിൻ്റെ പുറമെ ഇങ്ങനെ വെള്ളം പിടിച്ച പോലെ, ഇങ്ങനെ ഒരു ആവി പോലെ, മഞ്ഞ് പോലെ ഇങ്ങനെ പിടിച്ച് വരത്തില്ല. അങ്ങനെ പിടിച്ച് വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള കോയിൽസ് എല്ലാം ബ്ലോക്കായിരിക്കും, പൊടി കയറിയിട്ട് അടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ AC ഒക്കെ അത്യാവശ്യം റിപ്പയർ ചെയ്തെടുക്കുക നല്ല എക്സ്പെൻസീവ് വരുന്നൊരു സംഭവം തന്നെയാണ്. അത് കുറച്ച് പാടാണ് എല്ലാം അഴിച്ചെടുത്ത് റെഡിയാക്കി എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ACയുടെ കാര്യത്തിൽ തണുപ്പുള്ളിലേക്ക് വരുന്നുണ്ടോ എന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ. ഓക്കെ, അപ്പം അതാണ് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം. പിന്നെ ടെസ്റ്റൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ഉള്ള ആളുകളുടെ ഏറ്റവും വലിയൊരു മേജറായിട്ടുള്ള സംശയമായിരിക്കും എവിടെയാണ് ഇതിൻ്റെ എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും നോക്കുക. ആദ്യമായിട്ട് വണ്ടി എടുക്കുന്ന ആൾക്കാരൊക്കെ ഇത്തരം സംശയം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും, ഇപ്പോൾ നിങ്ങൾ സ്വിഫ്റ്റ് 2011 മോഡലെ പഴയ ഓൾഡ് ടൈപ്പ് 1 സ്വിഫ്റ്റിൻ്റെ എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ ചേസ് നമ്പർ ഇരിക്കുന്നത് ഈ ഒരു പോർഷനിലായിട്ടാണ്. ഈ ഒരു കവർ അങ്ങോട്ട് ഇളക്കുക, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇളകി ഇങ്ങ് പോരും. അവിടെ ആയിട്ട് നമുക്ക് ഈ ഒരു പോർഷനിൽ കണ്ടോ, ഈ കാണുന്നതാണ് ഇതിൻ്റെ ചേസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഇവിടെ വെച്ചത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ എൻജിൻ നമ്പർ വരുന്നത്, അത് എൻജിനിലും വരുന്നുണ്ട്, അതിന് പുറമെ ഇവിടെയും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് എൻജിൻ നമ്പർ ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇനി കിട്ടാൻ പോകുന്ന 2 പണിയും കൂടെ ഞാൻ പറഞ്ഞാൽ നമുക്ക് കിട്ടിയൊരു പണിയാണ് കേട്ടോ. അത് ഒന്നാമത് എന്തായി കാണുന്ന ഒരു റബ്ബർ ബുഷ് പോലെ കാണുന്ന ഈ ഒരു സംഭവമാണ് ആക്സിൽ ബൂട്ട് എന്ന് പറയുന്ന സംഭവം. ഇത് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്സിലിന് അത് കുറച്ച് ഓയിലൊക്കെ വെച്ചിട്ടാണ് അവർ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ചിലവ് വരുന്നൊരു പരിപാടിയാണ്. ഇത് മൊത്തത്തിൽ ഊരി അഴിച്ചെടുക്കുക, ഇത് റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ചിലവ് വരുന്ന പരിപാടിയാണ്. അപ്പോൾ അത് പൊട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. അത് ടയർ ഇതുപോലെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ അതിലും വലിയ എക്സ്പെൻസ് വരുന്ന വേറൊരു സാധനം അടിയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ആ ഒരു തുരുമ്പിച്ചിരിക്കുന്നൊരു സംഭവം കണ്ടോ, അതാണ് ലോവർ ആം എന്ന് പറയുന്ന സംഭവം. ലോവർ ആം ഒരു സെറ്റായിട്ടാണ് അതിനകത്തൊരു ബുഷ് കാണാം. ആ ബുഷ് പൊട്ടിയിട്ടുണ്ടോ നോക്കാം. നിലവിൽ ഇപ്പോൾ ഈ വണ്ടിയുടെ ആ ബുഷ് പൊട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ കാണിച്ച് തരാൻ പറ്റുമോ നോക്കട്ടോ. ഇവിടെ കണ്ടോ, ഈ കാണുന്ന ആ ബുഷ് ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ പൊട്ടിയിരിക്കുകയാണ്. അത് പൊട്ടിയിരുന്ന വണ്ടിക്ക് സ്റ്റെബിലിറ്റി കാര്യങ്ങളും അതുപോലെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരും. മാത്രമല്ല ഒരു പരിധി കൂടുതൽ ചേഞ്ച് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇളകി പോരുകയും ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു ലോവർ ആമിന്, ഈ ഒരു സ്വിഫ്റ്റിൻ്റെ ലോവർ ആമിന് ഒരെണ്ണത്തിന് ഏകദേശം ഒരു സൈഡിൽ 2,000 രൂപ അടുത്ത് വില വരുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലൂടെ ചേഞ്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ. ചേഞ്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഏകദേശം 4,000 രൂപ പാർട്സിന് മാത്രം വരും. പിന്നെ ലേബർ കോസ്റ്റ് വേറെ. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളിവിടെ കണ്ടോ, ഇവിടെ ഓൾറെഡി
ആക്സിൽ ബൂട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് ആക്സിൽ ബൂട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അത് ലൈത്തിൽ കൊണ്ടുപോയിട്ട് അടിച്ച് സെറ്റാക്കിയിട്ട് അവർ റെഡിയാക്കി എടുത്തേക്കുന്നതാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്തെടുത്ത്. പിന്നെ ഡീസൽ വണ്ടിക്ക് പിന്നെ കുറച്ച് ചെറിയൊരു ഓയിലിൻ്റെ പനിപ്പ് ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. ഓയിൽ ഇങ്ങനെ താഴത്തേക്ക് ഡ്രിപ്പായിട്ട് വീഴുന്നുണ്ടോ നോക്കുക. പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ ഈ ഓയിൽ സബിൻ്റെ മറ്റേ ആ ഒരു ബോക്സ് പോലെ കണ്ടോ, അതിൻ്റെ അവിടെയൊക്കെ ചിലപ്പോൾ ഒരു ഓയിൽ ലീക്ക് കാണാനായിട്ട് സാധ്യതയുണ്ട്. അത് കുഴപ്പമില്ല, അതാ മറ്റേ അതിൻ്റെ ആ പാക്കിങ് കൂടെ റെഡിയാക്കി മതി, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ വണ്ടിയിലെ ബട്ടൺസ് എല്ലാം അത്യാവശ്യം പ്രോപ്പറായിട്ട് വർക്കിംഗ് ചെയ്യുന്നുണ്ടോ നോക്കുക. അതുപോലെ തന്നെ വണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യം വണ്ടിയുടെ സെൻട്രൽ ലോക്ക് എന്ന് പറയുന്ന സംഭവം നിലവിൽ ഈ കാരണം സെൻട്രൽ ലോക്ക് ചെറുതായിട്ട് കംപ്ലൈൻ്റ് ആണ്. കാരണം ഇതിനകത്ത് ഡ്രൈവർ സൈഡിലെ ഡോറും അതുപോലെ തന്നെ ബാക്കിലെ റൈറ്റ് സൈഡിലെ ഡോറും മാത്രമാണ് വർക്ക് ചെയ്തുള്ളൂ. ബാക്കി 2 ഡോറും അൺലോക്ക് ആവും, പക്ഷേ ലോക്ക് ആവത്തില്ല. അപ്പം അതാണ് വേറൊരു വിഷയം, അത് ശ്രദ്ധിക്കണം. അത്യാവശ്യം എക്സ്പെൻസ് വരുന്ന കാര്യമാണ് സെൻട്രൽ ലോക്കിൻ്റെ ആ ഒരു പോർഷൻ റെഡിയാക്കുക എന്ന് പറയുന്നത്. സോ ഗൈസ്, നിലവിൽ അത്രയൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടിയ പണികളും കാര്യങ്ങളും. ഞാനൊരു മെക്കാനിക്കോ കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ എനിക്ക് കിട്ടിയ കുറച്ച് പണികൾ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തന്നതാണ്. ആരെങ്കിലുമൊക്കെ ഈ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് നിലവിൽ കിട്ടാൻ പോകുന്ന ചെറിയ പരിപാടികൾ എന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മുടെ എയർ ഫിൽറ്റർ വരുന്നത് ഇവിടെയാണ്. എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യുക, അത് മാറ്റേണ്ടതാണെങ്കിൽ മാറ്റുക. പിന്നെ AC ഫിൽറ്റർ അതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. നിലവിൽ അത്രയൊക്കെ തന്നെയാണ് അതിനകത്ത് കുഴപ്പങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പം നമുക്ക് പിന്നീട് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പണിയൊക്കെ വരുമോ എന്ന് നോക്കാം, പറയാൻ പറ്റത്തില്ല. വണ്ടിയാണല്ലോ, പഴയ വണ്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഒരു പരിധി കൂടുതലൊക്കെ അരിച്ചു പറക്കി നോക്കുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ധൃതി കാണിക്കാതിരിക്കുക. അപ്പം ഞങ്ങൾ ചെയ്തതുപോലെ ധൃതി കാണിക്കാതിരിക്കുക. നല്ല പൈസ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പം ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. സോ മാക്സിമം നല്ലൊരു വണ്ടി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക, തപ്പുക, കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ശരി.